ഇന്നിപ്പോൾ എന്താകും, ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അടുത്ത നടപടിക്രമങ്ങൾ എന്താകും എന്നൊക്കെയുള്ളതും പ്രധാനമാകുമല്ലോ. തീർച്ചയായും. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം കമ്മീഷണർ അടക്കം വാസു അടക്കമുള്ള ഉന്നതർ കസ്റ്റഡിയിലായിരിക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഉന്നതൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന കാര്യം, ഒരു രാഷ്ട്രീയ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി ഇതിലുണ്ടാകുമോ, ഇനി ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കടകംപള്ളി സുരേന്ദ്രൻ നേർക്ക് പോലും വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം. അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ഇനി ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ? കാര്യം N വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. എന്തായാലും ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് എഴുതുവാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകിയത് പത്മകുമാറാണ് എന്ന് അടക്കമുള്ള തെളിവ് സഹിതം SITക്ക് രേഖകൾ ലഭിക്കുന്നത് N വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. ഇനി പത്മകുമാറിനെ കൂടി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ തലത്തിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തലത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് SITക്ക് കണ്ടെത്താൻ ഉള്ളത്. അതോ ഈ അറസ്റ്റോട് കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതിന് മുന്നോടിയായി വൈദ്യപരിശോധനയും ഉണ്ടാകും. ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തുവാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പോകുന്ന വഴി മറ്റേതെങ്കിലും ആശുപത്രി തിരഞ്ഞെടുക്കുമോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും സുപ്രധാന നീക്കത്തിലേക്ക് പോയിരിക്കുന്നു. H വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ADGP ആണ്. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് ചോദ്യം ചെയ്യലിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് SP ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട്, ശശിധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന ADGP H വെങ്കടേഷ് ഇപ്പോൾ DGPയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതാണ് 6ാമത്തെ അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന അറസ്റ്റ് വളരെ നിർണായകമാണ്. പത്മകുമാർ എന്ന CPIMന്റെ മുതിർന്ന നേതാവ്, മുൻ MLA, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം. അങ്ങനെ വളരെ നിർണായകമായൊരു ഘട്ടത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണവും കടന്നിരിക്കുന്നു എന്നുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.